സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇന്ന് വിശദമായി ചോദിച്ചറിയും. ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റിയത് ചെമ്പുപാളി തന്നെയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 വട്ടം പാളികൾ കൈമാറിയ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും. പാളി കൈമാറിയതിൽ ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കുന്ന മഹസറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ആർബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? എങ്ങനെ പുരോഗമിക്കുന്നു? അമൃത, 2 മണിക്കൂറായി ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. ഇന്നലെ 4 മണിക്കൂറായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്ത്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ഈ ചോദ്യം ചെയ്യലിന്റെ ലക്ഷ്യം എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ്, അതേപോലെ അദ്ദേഹത്തിന്റെ വരുമാന രീതികൾ, അതേപോലെ തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പഴയകാല കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ദേവസ്വം വിജിലൻസ് ചോദിച്ചറിയുന്നുണ്ട്. ഇത് കേസിന്റെ ഒരു മെറിറ്റിന് വേണ്ടി മാത്രമാണ് ഇപ്പോഴുള്ള ഈ ഒരു ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ്. അതിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കല്ല, പക്ഷേ ദേവസ്വം വിജിലൻസിനും അതേപോലെ ഹൈക്കോടതിയും കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ്. കാരണം ഇന്നലെയാണ് ഈ വിവാദം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചത്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് മാറി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടുപോയി പൂജിച്ചത് വഴി സാമ്പത്തിക നേട്ടമുണ്ടായോ, അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം വിജിലൻസ് ചോദിക്കും. എന്തായാലും 2 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം മുൻകാല കേസുകളിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവനന്തപുരം മണ്ണന്തലയിൽ ഒരു വാടക വീടുണ്ടായിരുന്നു. അവിടുത്തെ വാടകക്കാരനൊരു തർക്കമുണ്ടായിരുന്നു. അതിൽ കേസും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ വാടകക്കാരന്റെ കാറ് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ചെയ്തു എന്നുള്ള ആരോപണമാണ് ഈ വാടകക്കാരൻ ഉന്നയിച്ചത്. പക്ഷേ അതിൽ കേസ് നടക്കുന്നതിനുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്ന രീതിയിൽ ലഭിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് വിജിലൻസ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുന്നത്. എന്നാൽ പോലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി ഇതിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. മറ്റ് 2 സ്പോൺസർമാർ കൂടി ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ആദ്യം 2019 ഈ പാളികളിൽ സ്വർണ്ണഭൂഷി നൽകുമ്പോൾ അത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അനന്ത സുബ്രഹ്മണ്യവും രമേശുമായിരുന്നു. അപ്പോൾ അവരുടെ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഈ പീഠം കൈവശം വെച്ചതിൽ കുരുങ്ങിയ വാസുദേവൻ കാരണമാണ് അത് വിവാദമായി എന്നുള്ള കാര്യം ഇന്നലെ വാസുദേവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിന് നൽകിയിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് വാസുദേവന്റെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുക. അത് ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ള കാര്യമാണ്. ആ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ അവരുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. 2019 ഇതിന്റെ തുടക്കം പോലും ഈ ദേവസ്വം ഇറക്കിയ ഒരു ഉത്തരവായിരുന്നു. 2019 ജൂലൈ 5 അവരുടെ മാനുവൽ ലംഘിച്ചുകൊണ്ട് ആ മാനുവലിന് വിരുദ്ധമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈവശം നൽകണം, അതിൽ തന്നെ സ്വർണം പൂശിയ പാളികൾ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ, അത് പകരമായിട്ട് വെറും ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് തൊട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് 2019 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ദേവസ്വം ആസ്ഥാനത്താണ് ദേവസ്വം വിജിലൻസും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉത്തരവൊക്കെ തയ്യാറാക്കിയത് ഈ ദേവസ്വം വിജിലൻസിന്റെ ഓഫീസിരിക്കുന്നതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് എപ്പോഴായിരിക്കും ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയൊക്കെ എടുക്കുക എന്നുള്ളത് അതിന് വലിയ കാലതാമസം എടുക്കില്ല. വേഗത്തിൽ തന്നെ ആ നടപടികളും പൂർത്തിയാക്കിയിട്ടായിരിക്കും ദേവസ്വം വിജിലൻസ് SP വി സുനിൽകുമാർ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. അമൃത.